ഹലോ ഗൈസ്, ഇന്നെങ്ങനെ മൊബൈലിൽ ഐഫോൺ 3D ആനിമേഷൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോഡ് വീഡിയോ പറഞ്ഞൊരു ആപ്പ് ആവശ്യമുണ്ട്. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഏതായാലും ആ ആപ്പ് നമുക്ക് തുറക്കാം. ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാര്യങ്ങൾ കാണിക്കുക. ഇതൊക്കെ ഫുള്ള് ഞാൻ ചെയ്ത് വെച്ച പ്രൊജക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആനിമേഷൻ ചെയ്യാൻ ഇതിലുണ്ടാവും ഇമ്പോർട്ട് പറഞ്ഞൊരു ബട്ടന്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് പ്രൊജക്റ്റിൻ്റെ സിപ്പ് ആഡ് ചെയ്യാനുള്ള സാധനം നിൽക്കുക. പ്രൊജക്റ്റ് സിപ്പ് പറഞ്ഞു കൊടുക്കുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക, ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക്. അതിലൊരു ഫയൽ കൊടുത്തിട്ടുണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് ഏറ്റവും ഫസ്റ്റ് എടുക്കുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. എന്നിട്ട് അതിലുണ്ടാവും പ്രിവ്യൂ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കുറച്ച് കൊടുക്കുക, ഒരു 50-ലിടുക. പിന്നെ അതിൽ ഇമേജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ലൈൻ കൊടുത്തിട്ടുണ്ടാവും ഇമേജിൻ്റെ കുറച്ച് മേലെ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലുണ്ടാവും റീപ്ലേസ് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇമേജിൻ്റെ ചിത്രം തന്നെ 10 സെക്കൻഡ് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ കൊടുത്ത സ്ക്രീൻഷോട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്, നിങ്ങളത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ ഉണ്ടാവും ഒരു നീല ബട്ടന്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ കാര്യം കാണിക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീന് പോയി, ഗ്രീൻ സ്ക്രീനിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഇവിടെ റൂട്ട് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, ആ റൂട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ വന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ ഈ മൂവ്മെൻ്റ് അല്ലാതെ വേറെ ഈ മൂവ്മെൻറ്റിലേക്ക് വരുത്തണമെങ്കിൽ ഫോൺ ന്യൂ പറഞ്ഞൊരു സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതിലുണ്ടാവും ട്രാൻസ്ഫോം 3D. ഇത് വന്നാൽ പൊസിഷനിൽ വന്നാൽ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. മേലൊക്കെ അടിക്ക് വെക്കണമെങ്കിൽ ആക്കുക, സൈഡിലേക്ക് വെക്കണമെങ്കിൽ ആക്കുക, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റും ചെയ്യുക. അതൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഫോം കൂടെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധം പറയുന്നില്ല. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഈ സാധനം വെക്കുക, അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ആവും. എക്സ്പോർട്ട് ആയിട്ടില്ല. ഇതിൽ 180p ആണ് കൊടുക്കേണ്ടത്, 180p കൊടുക്കുക. പിന്നെ ഇവിടെ 60 FPS ആണ് വെക്കേണ്ടത്. പിന്നെ ഇവിടെ ക്വാളിറ്റിയിൽ വെരി ഹൈ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഏറ്റവും അടി ഉണ്ടാവും ഇത് എക്സ്പോർട്ടിൻ്റെ ലോഗോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറെ നിങ്ങളെ ഗാലറിക്ക് ഈ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ പോകും. ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.